ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പറയുക, നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ഞാനൊരു വ്യത്യസ്ത വരുത്തിക്കൊണ്ട് നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ അകത്തിരുന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിലെന്തെല്ലാം ഫീച്ചേഴ്സ് എന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ വണ്ടി എന്താണ്, ഏതാണ് വേരിയൻ്റ് എന്നും കണ്ടീഷൻ എന്താണെന്നും അത് അണ്ടർ വാറണ്ടി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടാക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാം. ഓക്കെ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കോസ്പോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറണം. എക്കോസ്പോർട്ട് മൊത്തത്തിലൊന്ന് കണ്ടിരുന്നോളൂ. നമ്മുടെ ടൈറ്റാനിയമാണ്. അതിൽ 2020 മോഡൽ പെട്രോൾ വണ്ടിയാണ്, ഡീസലല്ല, പെട്രോളാണ്. നമുക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പം എന്താ പറയുക, ഇതിൻ്റെ കൺസോള് കാര്യങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിൽ കാറിൻ്റെ ഒക്കെ വ്ളോഗുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാർ ഓടിക്കാത്ത ഒരാളാണ് കേട്ടോ. കാറ് എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പെയ്ഡായിട്ട് ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ AC എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. പിന്നെ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ഒരു കൺസോള് എല്ലാം നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺസോളെല്ലാം സ്റ്റിയറിംഗ് മുമ്പ് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മോഡലാണ് വണ്ടി. നമുക്ക് എന്താ പറയുക, യാത്രാസുഖം അത്യാവശ്യം ഉണ്ട്. പിന്നെ അതുകൂടാതെ പെട്രോളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ആയി കിടക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടിട്ടില്ല, മൈലേജ് തന്നെ ആളുകളുടെ വിഷയം. ഇപ്പോൾ ഡീസലാകുമ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടും, വണ്ടിക്ക് വാല്യൂവും കിട്ടുന്നുണ്ട്. പെട്രോൾ ആയതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു ഡിലേ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. വരുന്നവരെല്ലാം ചോദിക്കുന്നത്, അവർക്ക് കളറ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പെട്രോൾ എന്നുള്ളൊരു വേരിയൻ്റ് അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പിന്നോട്ട് വലിയാണ്. പ്രൈസിങ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പ്രൈസിങ്ങേ ഉള്ളൂ, 7.25. നിങ്ങൾ ഈ ഒരു മോഡൽ 2020 ടൈറ്റാനിയം എങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് OLX-ലോ ഫേസ്ബുക്കിലോ ഏത് മീഡിയയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര അണ്ടർ വാറണ്ടിയിൽ ഇങ്ങനെയുള്ള ഒരു വണ്ടി കിട്ടില്ല, അത് തന്നെ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നമ്മുടേത് മാനുവലാണ്, ഓട്ടോമാറ്റിക്കാണ് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ടോ, റോട്ടിൽ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കാം. ക്ലച്ച് ചവിട്ടി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് തേയ്മാനം വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. മാനുവൽ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവരായിട്ട് പോലും അവർ നിർബന്ധിതരാവുകയാണ് ഓട്ടോമാറ്റിക് എടുക്കാനായിട്ട്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രാഫിക് സിസ്റ്റം വന്നേക്കണം. സിസ്റ്റം അല്ല, മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആകെ പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഞാൻ എന്താ പറയുക, ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വണ്ടി 2020 മോഡലാണ്, ടൈറ്റാനിയം എക്കോസ്പോർട്ട്. അപ്പോൾ എക്കോസ്പോർട്ടിൻ്റെ 2020 മോഡൽ വാറണ്ടി ഈ വർഷവും കൂടി ഉണ്ട്, അത് 2 മാസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ വാറണ്ടിയും തീരും. നല്ല വണ്ടിയാണ്. നമ്മുടെ ഷോറൂം വരുന്നത് ഓസ്കാർ യൂസ് കാർ ഷോറൂം പറവൂർക്കോവിലൊക്കെയാണ്. വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇന്ന് 27/10/2025 ഈ ദിവസം ഈ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്ന് വിളിക്കാവുന്നതാണ്. ഞാൻ യൂട്യൂബിൽ ഇടുന്നതെന്നുള്ളൂ. എല്ലാവർക്കും ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്ത തവണ കാണുമ്പോഴേക്കും goodbye, and it's me Shahid signing off from Hokras.